പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024 ജൂൺ മാസം 9 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. എത്ര ശ്രേഷ്ഠമായിട്ട്, എത്ര അതിശയകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പകൽക്കാലത്തെ ഓർത്ത കനികളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് ഇന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ് അല്ലേ. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ വൻ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്നൊന്ന് സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ അത്ഭുതമായി നടത്തുന്നതിന് സ്തോത്രം, അതിശയമായി നടത്തുന്നതിന് സ്തോത്രം, അങ്ങയുടെ മഹിമ ഞങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ്, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, 71-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അവൻ 71-14 ഇങ്ങനെ പറഞ്ഞു: ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ അങ്ങേ സ്തുതിക്കും. എൻ്റെ വായിടപെടാതെ അങ്ങയുടെ നീതിയെയും രക്ഷയും വർണ്ണിക്കും. അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, ഇന്ന് പൽക്കാലം നമുക്കും വളരെ പ്രത്യാശയോടുകൂടെ കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. നമ്മളെ വിടുവിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സൗഖ്യമാക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ജയം നൽകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടയട്ടെ. പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, നന്ദിയോടെ സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളിലെല്ലാം അങ്ങയുടെ കൃപയുണ്ടാകട്ടെ, അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ, അങ്ങയുടെ നിറവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. യൂറിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസുകളെല്ലാം ഇപ്പോൾ സൗഖ്യമാകട്ടെ. മൂത്രത്തിൽ ഉണ്ടായിരിക്കുന്ന പസ് ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂറിനറി ഇൻഫെക്ഷനുകൾ ആമേൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യൂറിൻ പോകുമ്പോൾ ബ്ലഡ് പോകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം തൻ്റെ മക്കളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിന് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. കിഡ്നിക്കകത്തുള്ള പ്രശ്നങ്ങൾ മാറട്ടെ. കിഡ്നി സ്റ്റോണുകൾ ആമേൻ യേശുവിൻ നാമത്തിൽ മാറട്ടെ. കിഡ്നിയുടെ ഫംഗ്ഷൻ നോർമലായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലിവർ ഫംഗ്ഷനുകളും നോർമലാകട്ടെ. നസ്രനായ യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഏത് ആളാണെങ്കിലും ഏത് രോഗമാണെങ്കിലും യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. പൂർണ്ണ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ബലത്തോടെ ആമേൻ കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം. കർത്താവേ, ജോലിയില്ലാത്തവർക്ക് ജോലി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സാമ്പത്തികമായ ആവശ്യങ്ങൾ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് സ്തോത്രം. അങ്ങയുടെ മഹിമ ലോകവ്യാപകമായി ഇന്ന് വെളിപ്പെടട്ടെ. ഇന്ന് പ്രത്യേകിച്ച് ലോകത്തെമ്പാടും സഭായോഗം നടക്കുന്നു. കർത്താവിന് വലിയ മഹത്വം ലോകത്തെമ്പാടും വെളിപ്പെടണം. അങ്ങയുടെ സഭയിലൂടെ, ആ സഭായോഗത്തിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവ് സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളെല്ലാവരുടെയും ജീവിതത്തിൽ പകരപ്പെടുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഇപ്പോഴേ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി ഒരുങ്ങണം. എന്നിട്ട് നാളെ തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. അത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. അതുകൊണ്ട് ആരും മിസ് ചെയ്യാതെ ആമേൻ എല്ലാവരും അതിൽ പങ്കെടുക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 13ഉം 14ഉം വാക്യങ്ങൾ നമുക്ക് വേണ്ടി വായിക്കാം. നമുക്ക് പുറപ്പാട് 14-ന്റെ 13ഉം 14ഉം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട,
ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചന, വഴിയില്ലാത്തടത്ത് വഴി തുറന്നു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ, സ്തോത്രം. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത് പല വിധത്തിലുള്ള പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ആയിരിക്കും. ഒരുപക്ഷെ ജീവൻ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരിക്കാം. ആമേൻ, സ്തോത്രം. ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഇപ്പം നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് അറിയാം നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഒരു വഴിയും ഇല്ലെന്ന് തോന്നുമ്പോൾ പോലും കർത്താവിന് വഴി തുറന്നു തരുവാൻ കഴിയും. വിശ്വാസമുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട്. നമുക്കറിയാം, ശക്തന്മാരായ മിസ്രൈമ്യർ ദൈവജനത്തെ ആക്രമിച്ചപ്പോൾ അവർ കരുതിയത്, ആ 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവർ കരുതിയത്, അവർ ഒന്നുകിൽ അവരുടെ അടിമകളായി പോകും, അല്ലെങ്കിൽ അവർ ചെങ്കടൽ അവരുടെ ശവപ്പുറമായി തീരും എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ നടുവിലൂടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുമെന്ന് മോശ പറഞ്ഞപ്പോൾ 14-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അല്ലേ പറഞ്ഞേ, ദൈവം നിങ്ങൾ 13-ാമത്തെ വാക്യം ജനത്തോട് പറഞ്ഞു, മോശ പറയുക, ഭയപ്പെടരുത്, ഉറച്ചു നിൽക്ക്, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഇവർ ശരിക്കും വിചാരിച്ചിരിക്കുന്നത് എന്തുവാ? ഇവർ ഒന്നിൽ ചെങ്കടലിൽ ഇവർ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഫറവോൻ്റെ സൈന്യം ഇവരെ പിടിച്ചുകൊണ്ടു പോകും എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു. 29-ാമത്തെ വാക്യം പറയുന്നു, കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നുപോയി, വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. വഴിയില്ലാതിരുന്നിടത്ത് വഴി തുറന്നു കൊടുത്ത ദൈവം ഇന്ന് പകൽക്കാലവും വഴിയില്ലാതിരിക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. എത്ര അടഞ്ഞ വാതിലുകളാണെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ ആമേൻ ഏതൊക്കെ രീതിയിൽ അടച്ചു വെച്ചിരിക്കുന്ന വാതിലുകളാണെന്ന് പറഞ്ഞാലും, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലേ, ധൈര്യമായിട്ടിരുന്നാട്ട് നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ വഴി തുറക്കുവാൻ ദൈവം മതിയായവനാണ്. ആമേൻ. ഇവർ വിചാരിച്ചതെന്തുവാ? ദൈവമക്കൾ വിചാരിച്ചതെന്തുവാ? കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, പിടിക്കപ്പെട്ടു, ഇനി ചെങ്കടലിനകത്ത് മുങ്ങിപ്പോകും, അല്ലെങ്കിൽ ഫറവോൻ്റെ അടിമത്തത്തിലേക്ക് വീണ്ടും ആമേൻ ക്രൂരമായ അടിമത്തത്തിലേക്ക് പോകാം എന്നാണ് ചിന്തിച്ചത്. എന്നാൽ ദൈവം അതുകൊണ്ട് നിർത്തിയില്ല. ഹല്ലേലൂയ. ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നു. അത് മാത്രമല്ല, വഴി തുറക്കുക മാത്രമല്ല, അതിന് 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, വെള്ളം മടങ്ങി വന്നു, അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ആമേൻ ഫറവോൻ്റെ സൈന്യത്തെ എല്ലാം മുക്കിക്കളഞ്ഞു, അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഇന്ന് ഭയപ്പെടുന്ന സാഹചര്യത്തിലൂടെ പോകണോ? അസാധ്യമെന്ന് തോന്നുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടിൻ്റെ മുമ്പിൽ നിൽക്കുകയാണോ? നിങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും കണ്ണുനീരുകൾക്കും നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ദൈവം, വഴി തുറക്കാൻ കഴിയുന്ന ദൈവം ഹല്ലേലൂയ നിങ്ങളുടെ അടുക്ക് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് മോശ പറഞ്ഞത്, ഭയപ്പെടാതെ ആമേൻ ഉറച്ചു നിൽപ്പീൻ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളെ കണ്ട് നിങ്ങൾ സന്തോഷിക്കും. അവൻ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്യും. എന്തുകൊണ്ടാണ്? ആമേൻ ആമേൻ. നിങ്ങൾ ഇപ്പോൾ ഏത് പ്രശ്നമാണെങ്കിലും, ഏത് പ്രയാസമാണെങ്കിലും നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നില്ല, നിങ്ങളെ കൊണ്ട് വഴി തുറക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല, ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ കൈ ഉയർത്തി പറ, കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും, കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, കർത്താവ് ഇതിന്മേൽ എനിക്ക് അത്ഭുതം ചെയ്യും, കർത്താവ് ഇതിന്മേൽ എനിക്ക് അത്ഭുതം ചെയ്യും എന്ന് വിശ്വാസത്തോടെ പറയണം. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും ആമേൻ അതിന്മേൽ നിങ്ങൾക്ക് പരിഹാരം വന്നിരിക്കും. അവർ ഉണങ്ങിയ നിലത്തൂടെ കടന്നു പോയതുപോലെ ആമേൻ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന എല്ലാ സാഹചര്യങ്ങളെയും നോക്കിയിട്ട് പറഞ്ഞു, എങ്ങനെ പഴയ നിയമത്തിൽ ദൈവമക്കൾ ചെങ്കടലിൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്തൂടെ പോയോ, ഞാനും ഈ പ്രശ്നത്തിൻ്റെ മുകളിലൂടെ, ഈ പ്രയാസത്തിൻ്റെ മുകളിലൂടെ, ഈ പ്രതിസന്ധിയുടെ മുകളിലൂടെ ജയത്തോടെ പോകാൻ ദൈവം എനിക്കായി വഴി തുറന്നു വെച്ചിരിക്കുകയാണെന്ന് പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇന്ന് നിങ്ങൾ വഴി തുറക്കപ്പെട്ടതെന്ന് കണ്ടാട്ടെ. വിശ്വാസ കണ്ണാൽ ചെങ്കടൽ രണ്ടായി വിഭാഗിക്കപ്പെട്ടതുപോലെ വിശ്വാസ കണ്ണാൽ നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ മാറി നിങ്ങൾക്കായി വഴി തുറക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വിശ്വാസത്താൽ കാണണം. പരിശുദ്ധാത്മാവിൽ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, വഴിയില്ലാത്തടത്ത് വഴി തുറന്നു തരുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2024
ജൂൺ മാസം 9 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം.